ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യൂട്യൂബ് വീഡിയോയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ദൈവവചന ധ്യാനത്തിനായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19 verses 1 to 8. കുറിവാക്യമായി 8-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ എഴുന്നേറ്റു തിന്നുകുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. So he got up and ate and drank, strengthened by that food. He traveled 40 days and 40 nights until he reached Horeb, the mountain of God. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, നിന്റെ വചനത്തിലെ അത്ഭുത മർമ്മങ്ങളെ കാണുവാൻ അടിയങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. എന്താണ് ഏലിയാവ് ചെയ്തത്? അത് അറിയണമെങ്കിൽ 18-ാമത്തെ അധ്യായം നാം വായിക്കണം. 18-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് ഏലിയാവും ആഹാബും തമ്മിലുള്ള കൂടിക്കാഴ്ചയും തുടർന്ന് ഒരു യാഗം അർപ്പിക്കുന്നത് സംബന്ധിച്ച് ഏലിയാവ് ജനത്തോട് സംസാരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി ഏലിയാവിന്റെ യാഗമാണോ ദഹിപ്പിക്കുവാനായി പോകുന്നത്, അതോ ബാലിന്റെ പ്രവാചകന്മാരുടെ യാഗമാണോ എന്നുള്ളതാണ് അവിടെ ഉയരുന്ന ചോദ്യം. ഏറെ നേരം ബാലിന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ടും സ്വർഗത്തിൽ നിന്ന് ഉത്തരമൊന്നും ഉണ്ടാകുന്നില്ല. തുടർന്ന് ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗവസ്തുവും അതിന് ചുറ്റുപാടുമുള്ള ജലം ഉൾപ്പെടെ എല്ലാം ദഹിപ്പിച്ചും വറ്റിച്ചും കളയുന്നത് നാം കാണുകയാണ്. ശേഷം ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നൊടുക്കുന്നു. ഇതിനെ തുടർന്നാണ് നമ്മൾ ഈ 19-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുന്നത്. മഴ പെയ്യാതെ ഇരുന്ന മഴ അന്ന് പെയ്യുകയാണ്. ജനമെല്ലാം യഹോവയാണ് ദൈവം എന്ന് ഏറ്റുപറയുകയാണ്. ഈ വിവരങ്ങളൊക്കെ ആഹാബ് ഇസബേലിനോട് പറയുകയാണ്. 2 കാര്യങ്ങളാണ് ഈ 8 വാക്യങ്ങളിൽ നിന്നായി പ്രധാനമായും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി പ്രതിസന്ധികളോടുള്ള പ്രതികരണങ്ങളെ കുറിച്ചാണ്. റെസ്പോൺസസ് ടു ക്രൈസിസ്. ഇവിടെ എന്താണ് പ്രതിസന്ധി എന്ന് നോക്കിയാൽ ഇവിടുത്തെ പ്രതിസന്ധി ഒരു ഭീഷണിയാണ്. 2-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. So Jezebel sent a messenger to Elijah to say, "May the gods deal with me, be it ever so severely, if by this time tomorrow I do not make your life like that of one of them." ആരെ പോലെയാണ്? ഈ മരിച്ചുപോയ പ്രവാചകന്മാരെ പോലെ. അതായത് ഏലിയാവിനെ കൊന്നില്ല എങ്കിൽ ബാൽ എന്തു വേണമെങ്കിലും തന്നോട് ചെയ്തു കൊള്ളട്ടെ എന്നാണ് ഇസബേൽ പറയുന്നത്. പരാജയപ്പെട്ടിട്ടും ഇസബേലിന് ബാൽ ദേവനോടുള്ള ഭക്തി, വിശ്വാസമൊക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒഴുകുന്ന ഭീഷണി എന്ന് പറയുന്നത്, പ്രതിസന്ധി എന്ന് പറയുന്നത് തന്നെ കൊന്നുകളയും
എന്നുള്ള വലിയ ഭീഷണിയുടെ സ്വരമാണ്. ഈ ഭീഷണിയുടെ മുൻപിൽ ഏലിയാവിന്റെ പ്രതികരണം എപ്രകാരമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ധ്യാനത്തിന്റെ ആദ്യ ഭാഗത്ത് ധ്യാനിക്കുവാനായി പോകുന്നത്. ഒന്നാമത് നാം ഏലിയാവിൽ കാണുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ അത് ഭയമാണ്, ഫിയർ. 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റു എന്ന് കാണുകയാണ്. എലൈജ വാസ് അഫ്രൈഡ്. അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്കും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭയമാണ്. ഏലിയാവിനെ തൊട്ട് മുൻപത്തെ അധ്യായത്തിൽ നാം കാണുന്നത് ബാലിന്റെ പ്രവാചകന്മാരോട് എതിർത്ത് നിൽക്കുന്ന, ആഹാബ് രാജാവിനോട് ചങ്കൂറ്റത്തോടുകൂടെ സംസാരിക്കുന്ന, ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നുകളയുവാനായി പറയുന്ന, വിജയ ശ്രീലാളിതനായി നിൽക്കുന്ന ഏലിയ പ്രവാചകൻ. അതേ പ്രവാചകൻ ഇവിടെ ഇതാ ഭയപ്പെട്ടതായി നാം കാണുകയാണ്. ജീവിതത്തിൽ നാം എത്രയൊക്കെ ധൈര്യശാലികളാണ് എന്ന് പറഞ്ഞാലും, ജീവിതത്തിൽ നാം മുൻപ് എന്തെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും, ചിലപ്പോഴൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നാം ഇപ്രകാരം ഭയപ്പെട്ട് പോകാറില്ലേ? അതുകൊണ്ട് ഏലിയാവിന്റെ ഒന്നാമത്തെ പ്രതികരണം ഭയമാണ്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം ഭയപ്പെട്ട് പോകാറുണ്ട്. 2, ഈ വേദഭാഗം പറയുന്നത് ഏലിയാവിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഒളിച്ചോട്ടമാണ്, ഫ്ലൈറ്റ് ആണ്. 3-ാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നു, എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ആൻഡ് റാൻ ഫോർ ഹിസ് ലൈഫ് എന്നാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏലിയാവ് ഇവിടെ ഭയപ്പെടുക മാത്രമല്ല, തന്റെ ജീവരക്ഷയ്ക്കായി അവിടെ നിന്ന് പുറപ്പെട്ടു പോയി ഒളിച്ചോടി എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ക്രൈസിസ് കൗൺസിലിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു പ്രയോഗമാണ്, ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഓപ്ഷൻസ് ആണ്. either we fight or we flight. ഒന്നെങ്കിൽ നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുവാനായി ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ഒളിച്ചോടുവാനായി ശ്രമിക്കും. ഇത് തന്നെയാണ് ഇവിടെ ഏലിയാവും ചെയ്യുന്നത്. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒളിച്ചോടുകയാണ്, പുറപ്പെട്ട് പോവുകയാണ്. അതാണ് നാം ഇവിടെ കാണുന്നത്. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ എത്രയോ വട്ടം നാം ഒളിച്ചോടിപ്പോയവരാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് പിടിച്ചു നിൽക്കാനാവാതെ എത്രയോ വട്ടം നാം ഓടി പോയിട്ടുള്ളവരാണ്. 3-ാമത് ഈ വേദഭാഗം നമ്മോട് പറയുന്നത് എലോൺനെസ്സിനെ കുറിച്ചാണ്, ഏകാന്തത. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നു, ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു. While he himself went a day's journey into the wilderness. അതുകൊണ്ട് മരുഭൂമിയിലേക്ക് പോയി അവിടെ തനിച്ച് ഇരിക്കുകയാണ്. ഉണ്ടായിരുന്ന ഒരു ബാല്യക്കാരനെയും ഒരിടത്താക്കിയിട്ട് തനിയെ പോയിരിക്കുകയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഏലിയ പ്രവാചകൻ ചെയ്തത് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. നമ്മുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നാം പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ വാശി പിടിച്ചിട്ടില്ലേ? എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് ആരോടും മിണ്ടണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഒന്നിരിക്കണം. എത്രയോ പ്രാവശ്യം നാം പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇത്. ആരെയും കാണാനുള്ള ധൈര്യമില്ല, ഒറ്റയ്ക്കിരിക്കണം. ഇവിടെ ഏലിയാവും ഏകാന്തത ആഗ്രഹിക്കുന്നതായി നാം കാണുകയാണ്. 4-ാമത് നമ്മൾ ഏലിയാവിൽ കാണുന്ന പ്രതികരണം സൂയിസിഡാലിറ്റിയാണ്, മരിക്കണം എന്ന ആഗ്രഹം. ആത്മഹത്യ ചെയ്യണം എന്നതിനപ്പുറമായി എ ഡെത്ത് വിഷ് എന്ന് നമുക്കിതിനെ പറയുവാനായി സാധിക്കും, മരിക്കാനുള്ള ആഗ്രഹം. 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്, മരിപ്പാൻ ഇച്ഛിച്ചു, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. Prayed that he might die. I have had enough
Lord, he said, take my life. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഏലിയാവ് മരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. മരിക്കണമെന്ന് മാത്രമല്ല, മതി എന്ന് പറയുകയാണ്. ഈ മതി എന്ന് പറയുന്നത് അല്പം കൂടി ഒന്ന് നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവന്നാൽ മടുത്തു എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. നമ്മളും എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ള വാക്കാണിത്. മടുത്തു, വയ്യ, മതി, ഇനി മതി, മരിക്കണം. ആത്മഹത്യ ചെയ്യുവാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് മാത്രം നാം അതിജീവിച്ച ഇത്തരം എത്രയോ നിമിഷങ്ങളുണ്ട്. മരിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ നിമിഷങ്ങൾ, മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങൾ. ആവർത്തിക്കട്ടെ, ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് മാത്രമല്ലേ പലപ്പോഴും നാം അപ്പോഴൊക്കെ അതിജീവിച്ചത്. അതുകൊണ്ട് ഇവിടെ ഒരു ഡെത്ത് വിഷ്, മരിക്കണമെന്ന ആഗ്രഹം ഇവിടെ ഏലിയ പ്രവാചകൻ പ്രകടിപ്പിക്കുന്നതായി നാം കാണുകയാണ്. അഞ്ചാമതായി ഏലിയ പ്രവാചകന്റെ പ്രതികരണത്തിൽ നാം കാണുന്നത് ഒരു കമ്പാരിസൺ ആണ്, താരതമ്യമാണ്. 4-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഐ എം നോ ബെറ്റർ ദാൻ മൈ ആൻസെസ്റ്റേഴ്സ്. കമ്പാരിസൺ, താരതമ്യം. എറിക് എറിക്സൺ എന്ന സൈക്കോളജിസ്റ്റ്, അദ്ദേഹം സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ അതുമായി ബന്ധപ്പെട്ട തിയറി പറഞ്ഞു വെക്കുമ്പോൾ ഒരു അഡൽട്ട്ഹുഡിന്റെ ഫൈനൽ സ്റ്റേജസിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ലൈഫ് റിവ്യൂ എന്ന കോൺസെപ്റ്റ്. അതായത് ജീവിതത്തെ കുറിച്ച് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കൽ. ഇത് സംഭവിക്കുന്ന കാര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. എന്നാൽ അവിടെ സംഭവിക്കാവുന്ന 2 പോസിബിലിറ്റി. ഒന്നെങ്കിൽ ഹെൽത്തി കമ്പാരിസൺ സംഭവിക്കും, അല്ലെങ്കിൽ അൺഹെൽത്തി കമ്പാരിസൺ സംഭവിക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തെ പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ ജീവിതത്തെ വളരെ നെഗറ്റീവായി മറ്റ് പലതുമായി കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. കമ്പാരിസൺ ഉണ്ടാവും. എനിക്ക് മുൻപ് ജീവിച്ചിരുന്നവരൊക്കെ എങ്ങനെയായിരുന്നു, എനിക്കൊപ്പം ജീവിച്ചിരുന്നവരൊക്കെ എവിടെ എത്തി, എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇന്ന് എവിടെയാണ് ജോലി ചെയ്യുന്നത്. കമ്പയർ ചെയ്യാനുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകും. എറിക് എറിക്സൺ അതൊരു ലേറ്റർ സ്റ്റേജിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ പലപ്പോഴും നമുക്ക് ജീവിതത്തിന്റെ പല ഘട്ടത്തിലും ഈ കമ്പാരിസൺ ഉണ്ടാകും. ഈ കമ്പാരിസൺ ചിലപ്പോഴൊക്കെ ഹെൽത്തിയാണ്, എന്നാൽ ചിലപ്പോഴൊക്കെ അൺഹെൽത്തിയാണ്. ഈ അൺഹെൽത്തി കമ്പാരിസൺ എന്തുണ്ടാക്കും? ഇറ്റ് ലീഡ്സ് ടു ഡെസ്പയർ. ഇത് നിരാശയിലേക്ക് നയിക്കും. ഇവിടെ ഏലിയാവും നയിക്കപ്പെടുന്നത് അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്കാണ്. ഏലിയ പ്രവാചകനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ അദ്ദേഹം തന്റെ പൂർവന്മാരുമായി തന്നെ താരതമ്യപ്പെടുത്തിയിട്ട് സ്വയം നിരാശനാവുകയാണ്. ഞാൻ അവരെക്കാളും വലിയവനൊന്നും അല്ലല്ലോ. സ്വയം മതിപ്പ് കുറഞ്ഞ് സംസാരിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ ഇത് സംഭവിച്ചേക്കാം. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം തിരുത്തലുകൾ വരുത്താമായിരുന്നു. നമ്മോടൊപ്പം ജീവിച്ചവരും ഓടിയവരുമൊക്കെ ഇന്ന് നമ്മളെക്കാൾ മുൻപിലെത്തിയല്ലോ എന്നൊക്കെ ഓർത്ത് വല്ലാതെ വേവലാതിപ്പെടുവാൻ, വല്ലാതെ നിരാശപ്പെടുവാനുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു പ്രതികരണമാണ്. 5 പ്രതികരണങ്ങളാണ് ഞാൻ പറയുവാനായി ശ്രമിച്ചത്. പ്രതിസന്ധികളുടെ നടുവിൽ ഒരുപക്ഷെ നാം ഭയപ്പെട്ടു പോയേക്കാം, ഒളിച്ചോടിയിട്ടുണ്ടാകാം, ഏകാന്തതയിലേക്ക് നാം മാറിപ്പോയിരിക്കാം, മരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കാം, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി നിരാശയിലേക്ക് പോയിട്ടുണ്ടാകാം. എന്നാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ്? രണ്ടാമത്തെ എന്റെ ചിന്ത പ്രതിസന്ധികളുടെ നടുവിലെ ദൈവിക കരുതലിനെ കുറിച്ചുള്ളതാണ്. ഗോഡ്സ് പ്രൊവിഡൻസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ക്രൈസിസ്. അതിൽ ഒന്നാമത് നമ്മൾ കാണുന്നത് റെസ്റ്റ് ആണ്, വിശ്രമം. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു,
അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ then he lay down under the bush and fell asleep. 6-ാം വാക്യത്തിൽ പിന്നെയും നമ്മൾ വായിക്കുന്നു, പിന്നെയും കിടന്നുറങ്ങി. he ate and drank and then lay down again. അതുകൊണ്ട് ഇവിടെ ഏലിയാവിന് വിശ്രമിക്കുവാനായി സാധിച്ചു എന്നത് ഒരർത്ഥത്തിൽ ഒരു ദൈവിക കരുതലിന്റെ ഭാഗമാണ്. ഓർത്തു നോക്കുക, പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൊല്ലുമെന്ന ഭീഷണി വാള് പോലെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയുക? എന്നാൽ ഏലിയ പ്രവാചകന് ഉറങ്ങുവാൻ സാധിച്ചു എന്നത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഏലിയാവിന് ദൈവത്തിന്റെ വലിയ കരുതൽ ലഭിച്ചുവെന്നാണ്. പ്രതിസന്ധികളുടെ നടുവിൽ ഉറങ്ങുവാൻ പോലും, സ്വസ്ഥമായി ഇരിക്കുവാൻ പോലും ദൈവിക കരുതൽ ആവശ്യമാണ്. ഇവിടെ നാം അത് ഏലിയാവിൽ കാണുകയാണ്. റെസ്റ്റ്, വിശ്രമം. 2 നാം കാണുന്നത് സാന്നിധ്യമാണ്, പ്രസൻസ്, ദൈവിക സാന്നിധ്യം. 5-ാം വാക്യത്തിൽ പറയുന്നു, ഒരു ദൂതൻ അവനെ തട്ടി അവനോട്. All at once an angel touched him. 7-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്നു. The angel of the Lord came back a second time. അതുകൊണ്ട് നാം ഇവിടെ കാണുന്നത് ഒരു സാന്നിധ്യം ഉണ്ടാകുന്നു, ദൈവിക സാന്നിധ്യം ഉണ്ടാകുന്നു. ദൈവം തന്റെ ദൂതനെ അയക്കുന്നതായി നാം കാണുകയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഈ ദൈവിക സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സാന്നിധ്യം എന്ന് മാത്രം എടുത്താലും ഓർക്കുക, പ്രതിസന്ധിയിലിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മുടെ പ്രസൻസ് എത്ര വലുതാണ്. യോബിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ യോബിന്റെ സുഹൃത്തുക്കൾ വന്ന് അവിടെ ഇരിക്കുന്നത് നമ്മൾ കാണും. അവർ 7 ദിവസം ഒന്നും മിണ്ടിയില്ല, പക്ഷെ അവരുടെ പ്രസൻസ്, സാന്നിധ്യം വളരെ വിലപ്പെട്ടതായി. ജീവിതത്തിൽ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ഏറ്റവും നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ പ്രസൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3 നമ്മൾ ഇവിടെ കാണുന്നത് സ്പർശനമാണ്, ടച്ച്. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു ദൂതൻ അവനെ തട്ടി. An angel touched him. 7-ാമത്തെ വാക്യത്തിൽ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി. Touched him. 2 പ്രാവശ്യം നമ്മൾ ഇവിടെ ഈ ദൂതൻ വന്ന് തട്ടി, ടച്ച് ചെയ്തു എന്ന് വായിക്കുകയാണ്. ടച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്ന് തൊടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ നിയമത്തിൽ യേശു കർത്താവിന്റെ ഇടപെടലുകളിലൊക്കെ നമ്മൾ ഇത് കാണുന്നുണ്ട്. യേശു കർത്താവ് പലരെയും സ്പർശിച്ചു. He was dare enough to touch. സമൂഹം ഒറ്റപ്പെടുത്തിയ ആളുകളെ തൊടുവാൻ യേശുവിന് കഴിഞ്ഞു. ജീവിതത്തിൽ പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ അവരുടെ തോളത്തും തട്ടുന്നത്, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത് ഒക്കെ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായിരിക്കും നൽകുന്നത്. ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്നവരെ നമ്മൾ അഭിനന്ദിക്കുവാനായി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആശ്വാസം, അവർക്ക് ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. അതുകൊണ്ട് ടച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു ഹഗ്ഗിനൊരു പക്ഷേ അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനവും ആശ്വാസവും കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞു എന്ന് വരും. അതുകൊണ്ട് ഇവിടെ നാം കാണുന്നത് ദൂതൻ ഏലിയാവിനെ തൊട്ടു എന്ന് നമ്മൾ വായിക്കുകയാണ്. ദ ഡിവൈൻ ടച്ച്. 4 സംസാരമാണ്, ദ ഡിവൈൻ ടോക്ക്. അവനോട് 5-ാം വാക്യം, അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഗെറ്റ് അപ്പ് ആൻഡ് ഈറ്റ്. 7-ാം വാക്യത്തിൽ പറയുന്നു, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. Get up and eat, for the journey is too much for you. സംസാരവും വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഇരിക്കുന്ന മനുഷ്യനോട് സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർക്കുക, ഒറ്റയ്ക്കിരിക്കുന്ന ഏലിയാവ്, മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏലിയാവ്, ആ ഏലിയാവിന്റെ അടുത്താണ് ഈ ദൂതൻ വന്നത്, തൊട്ടത്, സംസാരിച്ചത്. ജീവിതത്തിൽ നാമും പലപ്പോഴും പ്രതിസന്ധിയുടെ നടുവിൽ ആഗ്രഹിച്ചിട്ടില്ലേ? ആരെയും കാണണ്ട, മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞാലും
ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ? ചിലരുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിന് വലിയ ആശ്വാസം ലഭിക്കും എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അഞ്ചാമത് നമ്മൾ ഇവിടെ കാണുന്നത് ഭക്ഷണമാണ്. ഫുഡ്. ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിരുന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. വേദപുസ്തകത്തിൽ ഉടനീളം നമുക്കത് കാണുവാൻ കഴിയും. 5-ാം വാക്യത്തിൽ വായിക്കുന്നു, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഗെറ്റ് അപ്പ് ആൻഡ് ഈറ്റ്. 6-ാം വാക്യത്തിൽ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിൽ ഇരിക്കുന്നത് കണ്ടു, അവൻ തിന്ന് കുടിച്ചു. Some bread baked over hot coals and a jar of water he ate and drank. 7-ാം വാക്യത്തിൽ എഴുന്നേറ്റ് തിന്നുക, ഗെറ്റ് അപ്പ് ആൻഡ് ഈറ്റ്. 8-ാം വാക്യത്തിൽ അവൻ എഴുന്നേറ്റു തിന്നു കുടിച്ചു ആഹാരത്തിന്റെ ബലം കൊണ്ട്. So he got up and ate and drank, strengthened by that food. അതുകൊണ്ട് ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൗത്യത്തിലും ആഹാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പോഴും വിശന്നിരിക്കുന്നവനോട് സുവിശേഷം പറയുന്നതിന് മുൻപ് അവന് ഭക്ഷണം കൊടുക്കണം. യേശു കർത്താവ് എപ്പോഴും, അല്ലെങ്കിൽ വേദപുസ്തകം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ ഭൗതികമായ ആവശ്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഭൗതിക ആവശ്യത്തിന് പ്രാധാന്യം കൊടുത്തതിന് ശേഷമാണ് നമ്മളിവിടെ അവനോട് ദൗത്യത്തെ കുറിച്ച് പറയുന്നത്. 7-ാം വാക്യത്തിൽ എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യന്റെ അവന്റെ ശാരീരികമായ ആവശ്യത്തെ ആദ്യം പരിഗണിക്കുകയും തുടർന്ന് അവനോടുള്ള നിയോഗത്തെ കുറിച്ച് പറയുകയും ചെയ്യുകയാണ്. നമ്മുടെയും ദൗത്യ മേഖലകളിൽ ഇതായിരിക്കണം നമ്മുടെയും ഒരു പോളിസി. വിശന്നിരിക്കുന്നവനോട് സുവിശേഷം പറയുകയല്ല വേണ്ടത്, അവന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 6-ാമതായി നമ്മൾ കാണുന്നത് ഒരു ലക്ഷ്യബോധം ഇവിടെ നൽകുകയാണ്. നിരാശപ്പെട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ച ഏലിയാവിന് ദൂതനൊരു ലക്ഷ്യബോധം നൽകുകയാണ്. പർപ്പസ്ഫുൾനെസ്. 7-ാം വാക്യം, നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ ഉണ്ടല്ലോ. For the journey is too much for you. വലിയൊരു യാത്ര നിനക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ദൗത്യവും തനിക്കില്ല, ഇവിടെ കിടന്ന് മരിക്കണമെന്ന് ചിന്തിച്ചവനോട് പറയുകയാണ്, അല്ല, നിനക്കൊരു യാത്ര ഇനിയുണ്ട് എന്ന് പറയുകയാണ്. ഈ ദൗത്യബോധം ഏലിയാവിനെ എങ്ങോട്ടാണ് നയിച്ചത്? ഞാൻ പറയും, ഈ ദൗത്യബോധം അവനെ ഒരു തീർത്ഥാടനത്തിലേക്ക് നയിക്കുകയാണ്. ഈ ലക്ഷ്യബോധം ഒരു തീർത്ഥാടനത്തിലേക്ക് നയിക്കുകയാണ്. This purposefulness leads him to a pilgrimage. ഒരു തീർത്ഥാടനത്തിലേക്ക് നയിക്കുകയാണ്. 8-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. He traveled 40 days and 40 nights until he reached Horeb, the mountain of God. എന്തുകൊണ്ടാണ് ഞാനിത് ഒരു കേവലം യാത്ര എന്ന് വിളിക്കാതെ ഇതിനെ തീർത്ഥാടനം എന്ന് വിളിച്ചത്? This is not just a travel but a pilgrimage, because he is traveling to the mountain of Horeb, and which is known as the mountain of God. അതുകൊണ്ട് ഈ യാത്ര വെറും ഒരിടത്തേക്കല്ല, ഈ യാത്ര ദൈവത്തിന്റെ പർവ്വതത്തിലേക്കാണ്, ദൈവിക സാന്നിധ്യത്തിലേക്കാണ്. അതുകൊണ്ട് ഈ യാത്ര ഒരു കേവല യാത്രയ്ക്കപ്പുറം ഇതൊരു തീർത്ഥാടനമായി മാറുകയാണ്, ഇതൊരു പിൽഗ്രിമേജായി മാറുകയാണ്. 6 കാര്യങ്ങളാണ് ഞാൻ ഈ 2-ാം ഭാഗത്ത് പറയുവാനായി ശ്രമിച്ചത്. ദൈവത്തിന്റെ പ്രതികരണം എപ്രകാരമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു? പ്രതിസന്ധികളുടെ നടുവിലെ ദൈവിക കരുതൽ എങ്ങനെയാണ് വെളിപ്പെട്ടത്? അത് ഏലിയാവിന് വിശ്രമം നൽകി, അത് ഏലിയാവിന് സാന്നിധ്യം നൽകി, അത് ഏലിയാവിനെ സ്പർശനം നൽകി, അത് ഏലിയാവിനോട് സംസാരിച്ചു, ഏലിയാവിന് ഭക്ഷണം നൽകി, ഏലിയാവിന് ഒരു പർപ്പസ്, ലക്ഷ്യബോധം നൽകി. ആ ലക്ഷ്യബോധം ഏലിയാവിനെ ഒരു തീർത്ഥാടനത്തിലേക്ക് നയിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ പ്രതികരണങ്ങൾ എപ്രകാരമാണ്? പ്രതികരണങ്ങളിൽ നമ്മൾ പലപ്പോഴും പാളിപ്പോകാറുണ്ട്. ഭയപ്പെട്ടും
വിഷമിച്ചും മരിക്കണമെന്ന് ആഗ്രഹിച്ചുമൊക്കെ ഒറ്റപ്പെട്ടൊക്കെ നമ്മൾ പോയേക്കാം. എന്നാൽ അവിടെ ഒരു ദൈവിക കരുതലിനായി നാം കാത്തിരിക്കണം. നമ്മെ ചേർത്ത് പിടിക്കാൻ, നമ്മെ ഒന്ന് തൊടാൻ, നമ്മയോട് മിണ്ടാൻ, നമുക്ക് ഒരു പുതിയ ലക്ഷ്യബോധം നൽകാൻ ദൈവത്തിന്റെ കരുതൽ എല്ലായ്പ്പോഴും ഉണ്ടാകും. ആ ദൈവിക കരുതലിൽ ശരണപ്പെട്ട് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ത്രിയേക ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ.